നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ എറണാകുളത്ത് ഇന്നും കരിങ്കൊടി പ്രതിഷേധം. 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിവിധ കേന്ദ്രങ്ങളിൽ അറസ്റ്റ് ചെയ്തു. മരടിലും തൃപ്പൂണിത്തുറയിലും പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. അതിനിടെ കുന്നത്തുനാട്ടിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. ഒരു സംഘം ആളുകൾ ഓഫീസ് അടിച്ചു തകർത്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പുത്തൻകുരിശിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ച് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നീട് പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പാലാരിവട്ടത്ത് ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ MPയും MLAമാരും DCC പ്രസിഡന്റും ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ പ്രതിഷേധം എന്തിനാണെന്ന് വിശദീകരിക്കാൻ നേതാക്കൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നതിനിടയുണ്ടായി. പ്രതിപക്ഷ നേതാവാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ പരിപാടിയിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏത് ഭാഗമാണുള്ളത് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് ബഹുജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അത് സ്വാഭാവികമായി UDFിലെ മറ്റ് ഘടകകക്ഷികൾ സ്വീകരിക്കുകയും അങ്ങനെ UDFിൻ്റെ ബഹിഷ്കരണമായി മാറുകയുമാണ് ഉണ്ടായത്.